ശരിക്കും 5-10 വർഷം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് അല്ല, മറിച്ച് 30-40 വർഷം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മുടെ സ്റ്റേറ്റിന് ശരിക്കും ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് എക്സാംസിൻ്റെ കാര്യത്തിൽ പോലും സ്റ്റേറ്റ് കാണിക്കുന്ന ചില വിട്ടുവീഴ്ചകൾ അടുത്തൊരു 40-50 കൊല്ലം നമ്മൾ നേരിട്ടോ അല്ലാതെയോ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പണ്ടൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ +2 കഴിഞ്ഞിരിക്കുന്ന ഈവൻ 10th കഴിഞ്ഞ് ഗ്രാജുവേഷന് പോകാൻ പറ്റാത്ത ഒരാൾ പോലും ലൈഫിൽ വലിയൊരു ഡ്രീമായിട്ട് കൊണ്ടുനടന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഗവൺമെൻറ് ജോലി. അതിനപ്പുറം കുറച്ച് പേരെങ്കിലും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെന്ന് കരുതി തന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള എല്ലാവരുടെയും വയറ്റിത്തെറിക്കുന്ന പരിപാടികളാണ് കുറച്ച് കാലമായിട്ട് നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാമിന് റാങ്ക് നേടിയെങ്കിലും നിലവിലുള്ള വേക്കൻസികൾ സർക്കാർ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ LP സ്കൂൾ ടീച്ചർ എക്സാമിലെ റാങ്ക് ഹോൾഡേഴ്സ്. പഠിച്ച് പരീക്ഷ എഴുതി കിട്ടിയ അംഗീകാരം സ്വന്തം കൈ കിട്ടാൻ വേണ്ടിയിട്ട് നിലത്ത് നിന്ന് മണ്ണ് വാരി തിന്നേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഗവൺമെൻറ് അവരെ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കഷ്ടം തോന്നുകയാണെങ്കിൽ ഇതൊരു ആദ്യത്തെ സംഭവമല്ല എന്ന് ഞാൻ പറയും. 2021 LGS എക്സാമിനും CPO എക്സാമിനും റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്കും സെയിം അവസ്ഥ നേരിടേണ്ടി വന്നു. ഇതിൽ LGS വിദ്യാർത്ഥികളുടെ സമരം വിജയിച്ചുവെങ്കിലും CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ദയനീയമായി പരാജയപ്പെടുകയും ആ ലിസ്റ്റ് തള്ളിപ്പോവുകയും ചെയ്തു. ഇതൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ പ്ലാനിംഗ് ബോർഡ് എക്സാംസിലെ 10 സ്പെസിഫിക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് PSC വാലിഡേറ്റ് ചെയ്യാതെ വിടുന്നതും അതുവഴി ഒരു CPIM മെമ്പറിന് എക്സാം ക്രാക്ക് ചെയ്ത് ജോലി കയറാൻ അവർ സഹായിക്കുകയും ചെയ്തിരിക്കുന്നത്. 2019 സിവിൽ പോലീസ് ഓഫീസർ എക്സാമും ഇതുപോലെ തന്നെ 2 പാർട്ടി പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോർത്തി നൽകിയൊരു കേസ് നമ്മുടെ PSC ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെയുണ്ട്. സോ പരീക്ഷ എഴുതി കിട്ടിയ ജോലിക്കായി സമരം ചെയ്ത ഉദ്യോഗാർത്ഥികളെ നമ്മുടെ ഗവൺമെന്റും ജലപീരങ്കിയും പോലീസിനെയും വെച്ച് നേരിട്ടിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഒരു എക്സാമിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ അവിടെ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അർഹതയില്ലാത്തവരാണ് സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നതെങ്കിൽ നാളെ ഗവൺമെന്റുകൾ മാറി വന്നാലും ഞാനോ നിങ്ങളോ ഇനിയോ അവരോ തന്നെ മരിച്ചാലും നമ്മുടെ സ്റ്റേറ്റ് അതിന്റെ ബാക്കി അനുഭവിക്കേണ്ടി വരും. നമുക്ക് ചുറ്റും ഇങ്ങനെ ചിലതും കൂടി നടക്കുന്നുണ്ട്. അവെയറായി ഇരിക്കുക, റിയാക്ട് ചെയ്യുക. കേട്ടെ.